നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം, മഴക്കാലമായി. ഈയിടെ കണ്ട ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാനിന്ന് ഈ സംസാരിക്കുന്നത്. എറണാകുളത്ത് H1N1 സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി മരണത്തിന് ഇടയായി എന്ന് ഉള്ള ഒരു വാർത്ത. എന്താണ് H1N1? H1N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ വൈറസിൻ്റെ ഒരു വകഭേദമാണ് H1N1 എന്ന് പറയുന്ന വൈറസ് വകഭേദം. ഇത് സ്വൈൻ ഫ്ലൂ അല്ലെങ്കിൽ പന്നിപ്പനി എന്നുള്ള രീതിയിൽ പണ്ട് മുതലേ നമ്മൾ കേട്ടുവരുന്നതാണ്. സാധാരണ ജലദോഷപ്പനിയിൽ നിന്ന് വിഭിന്നമായി നല്ല കടുത്ത പനിയും മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, ചിലർക്ക് ലൂസ് മോഷൻ, ശരീരവേദന, തലവേദന, തൊണ്ടവേദന എന്നിവ ഈ H1N1 പനിയുടെ ലക്ഷണങ്ങളാണ്. മിക്ക വ്യക്തികൾക്കും, എസ്പെഷ്യലി യങ് അഡൾട്ട്സിന്, ഇതൊരു സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള അസുഖമായിട്ട് ഒരു 4-5 ദിവസം കഴിയുമ്പോൾ മാറിപ്പോകുന്ന അസുഖമാണ്. എന്നാൽ ചില ആളുകൾക്ക്, എസ്പെഷ്യലി 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ, ആസ്മ, COPD, ഹൃദ്രോഗം, അനിയന്ത്രിതമായിട്ടുള്ള ഡയബറ്റീസ്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി കുറവുള്ള അസുഖങ്ങൾ ലൈക്ക് കിഡ്നി ഡിസീസസ്, ലിവർ ഡിസീസസ് ഒക്കെ ഉള്ള ആളുകൾ, 65 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾ, ഇവർക്ക്, അതായത് ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകൾക്കൊക്കെയാണ് ഇത് ചിലപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിൽ ഒരു ന്യൂമോണിയ പോലുള്ള കാര്യങ്ങളിലോട്ട് കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യതയുള്ളത്. ചില വ്യക്തികൾക്ക് H1N1 ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ യങ് അഡൾട്ട്സ് ആണെങ്കിലും പെട്ടെന്നുള്ള ഒരു 2 ലങ്സിനെയും ന്യൂമോണിയ ബാധിക്കുന്ന ARDS പോലെയുള്ള കാര്യങ്ങളിലോട്ടും വരാറുണ്ട്. ഇതാണ് ആക്ച്വലി H1N1-ൻ്റെ കോംപ്ലിക്കേഷൻസും മോർട്ടാലിറ്റി, അതായത് മരണത്തിനുള്ള കാരണമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ വൈറസ് ബാധ വരാതിരിക്കാൻ സൂക്ഷിക്കേണ്ടത്? ബിക്കോസ് ഈ H1N1 അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ പലതരത്തിലുള്ള റെസ്പിറേറ്ററി വൈറസുകൾ മോസ്റ്റ്ലി ഈ തണുത്ത കാലാവസ്ഥയിലും അതുപോലെ തന്നെ മഴക്കാലത്തും കൂടാറുണ്ട്. ബിക്കോസ് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കൂടുന്നത് എപ്പോഴും തണുത്ത കാലാവസ്ഥയിലാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പനിയോ ജലദോഷമോ ഉണ്ടെങ്കിൽ മറ്റാളുകളായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുക, മാസ്ക് ധരിക്കുക, അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ കൂടിച്ചേരുന്ന സ്ഥലങ്ങളിലോട്ട് പോകുകയാണെങ്കിൽ മാസ്ക് ധരിക്കുക, കൂടെ കൈ കഴുകുക, സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകുക, അല്ലെങ്കിൽ ഒരു ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുക എന്നെല്ലാതും ഇതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈറ്റ് ഹെൽത്തി എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു കാര്യം, H1N1-നെ പ്രതിരോധിക്കാനായിട്ടുള്ളത് ആനുവലായിട്ടുള്ള H1N1 ഇൻഫ്ലുവൻസ വാക്സിനാണ്. ഇൻഫ്ലുവൻസ വാക്സിൻ എല്ലാ വർഷവും സാധാരണഗതിയിൽ നമ്മൾ മൺസൂണിന് മുൻപായിട്ട്, അതായത് ഈ മഴക്കാലത്തിന് മുൻപ്, സ്കൂൾ തുറക്കുന്നതിന് മുൻപായിട്ട് ആണ് കൊടുക്കാറുള്ളത്. നമ്മൾ സാധാരണ ടാർഗറ്റ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ വളരെയധികം അസുഖങ്ങളുള്ള വ്യക്തികൾക്കോ, മുതിർന്ന വ്യക്തികൾക്കോ, കുട്ടികൾക്കോ, റിപ്പീറ്റഡ് ആയിട്ട് അലർജി അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന കുട്ടികൾക്കോ ഒക്കെയാണ് നമ്മൾ സാധാരണ കൊടുക്കുക. പക്ഷേ എപ്പോഴും ഇതിൻ്റെ ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഒരു കുടുംബത്തിൽ ഒരു ചെറിയ കുട്ടിയോ അല്ലെങ്കിൽ മുതിർന്ന വ്യക്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അസുഖങ്ങളുള്ള ഒരാളുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാ വ്യക്തികളും വാക്സിനേറ്റഡ് ആവുന്നതാണ് എപ്പോഴും ഈ ഇൻഫെക്ഷൻസ് പടരാതിരിക്കാനായിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം. സോ നമുക്കെല്ലാവർക്കും ഒത്തുചേർന്ന് മഴക്കാല രോഗങ്ങൾ നമുക്ക് തടയാനായിട്ട് ശ്രദ്ധിക്കാം. അതിൻ്റെ ഉള്ളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസ്പിറേറ്ററി പ്രോബ്ലമാണ് H1N1 ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ ന്യൂമോണിയ ഉണ്ടാക്കുന്ന പല ബാക്ടീരിയകളും. ഡെങ്കി, മലേറിയ, ചിക്കൻ ഗുനിയ പോലുള്ള അസുഖങ്ങളും അതുപോലെ തന്നെ ലെപ്റ്റോസ്പൈറ, എലിപ്പനി പോലുള്ള അസുഖങ്ങളും ഒക്കെ വരാനായിട്ടുള്ള സാധ്യത നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. മഴക്കാലത്ത് എല്ലാവരും ശ്രദ്ധിക്കുക, സുരക്ഷിതരായിട്ടിരിക്കുക, ആരോഗ്യപരമായിട്ട് ഇരിക്കുക. താങ്ക് യു.